നമസ്കാരം. നാളെ ജൂൺ മാസം 1-ാം തീയതി. സകലവിധ സുഖങ്ങളും അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളുക ഈ നക്ഷത്രജാതകർ. ഈ 11 നക്ഷത്രജാതകർക്ക് ഇനി സകല വെല്ലുവിളികൾക്കിടയിലും ഇവർക്ക് വരാനിരിക്കുന്നത് അസുലഭമായ വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ധനലാഭവും വാഹനവും വീടും രാജപ്രീതിയും എന്നുവേണ്ട ഇപ്പോഴത്തെ സകല വെല്ലുവിളികളെയും മാറ്റിമറിച്ച് ഈ നക്ഷത്രജാതകർ സുഖാനുഭവവും സത്കർമ്മവും സദാചാരവും ചെയ്യാൻ ഇടവരും. ഇനി ഇവരുടെ നാളുകളാണ്, ഇവരുടെ അഭിവൃദ്ധിയുടെ നാളുകളാണ്. അതീവ സമ്പന്നതയിലേക്കെത്തുന്ന സമയമാണ്. നമുക്കറിയാം, മെയ് മാസത്തിൽ കുഴപ്പമില്ലാതെ പോയ കുറച്ച് നക്ഷത്രജാതകരുണ്ട്. മെയ് മാസം ആരംഭത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ന നക്ഷത്രജാതകർക്കൊക്കെയും മെയ് മാസത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരുമെന്ന്. അവർക്ക് നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേർന്നു. അവരുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി. അവർക്ക് ഒരുപാട് സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നിരുന്നു. അത് മെയ് മാസത്തിലെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ജൂണിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന 11 നക്ഷത്രജാതകരുണ്ട്. ഇവർക്കിനി സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുകയാണ്. നീചരും ദുർജനങ്ങളും ഇവരോട് ചെയ്ത പ്രവൃത്തികളിൽ നിന്ന് മോചനം ലഭിച്ച് ജീവിതം തിരിച്ചു പിടിക്കും ഈ നക്ഷത്രജാതകർ. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ എത്തുന്നത്. സകല പ്രതിസന്ധികളെയും ഈ നക്ഷത്രജാതകർ മറികടക്കും. വിസ്മയിപ്പിക്കുന്ന ഒരു വിജയത്തിൻ്റെ കഥ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൻ്റെ താളുകളിൽ കൂട്ടിച്ചേർക്കേണ്ടി വരും. അത്രയേറെ ഭാഗ്യമാണ്, അത്രയധികം ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വരാനിരിക്കുന്നത്. ധാരാളം ധനം വന്നു ചേരുന്നു. ധാരാളം അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കാൻ പോവുകയാണ്. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്കാണ് ഏറ്റവും അനുകൂലമായ സമയം. പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങൾ വന്നു ചേരും. അതുപോലെ യൂറോപ്യൻ കൺട്രികളിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന ഈ 11 നക്ഷത്രജാതകരെയും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർ പ്രധാനമായും ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. ഇവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തീർച്ചയായും ഇവരുടെ സകല കഷ്ടപ്പാടും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. സകല സൗഭാഗ്യവും ഇവർ നേടും. പ്രതീക്ഷ കൈവിടരുത്. ഈ നക്ഷത്രജാതകർക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത് അവസരങ്ങളുടെ ഒരു പുതിയ ലോകമാണ്. അവിടെ ഒരു ഏലസിൻ്റെയും മന്ത്രത്തിൻ്റെയും ഫലമല്ല, നിങ്ങൾക്കിത് അനുഭവിക്കാൻ യോഗമുണ്ട് എന്നത് തന്നെയാണ്. നല്ല പ്രവൃത്തികൾ ചെയ്യുക, ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഈ 11 നക്ഷത്രജാതകർക്ക് വലിയ സാധ്യതയാണ് ജൂൺ മാസത്തിൽ ഉണ്ടാകുന്നത്. നിങ്ങൾ മാറണം. അതിനായി മനസ്സ് ഉഷാറാക്കുക. നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ സമൃദ്ധിയാണ്, ഭാഗ്യമാണ്. ആ നക്ഷത്രജാതകരിൽ 1-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാണ്. അശ്വതി നക്ഷത്രജാതകർക്ക് ദുഃഖ ദുരിതങ്ങൾ മാറി ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ പോകുന്നു. സകല സങ്കടങ്ങളും മാറിക്കിട്ടാൻ പോകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ അശ്വതി നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും. 2-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. ദുഃഖമായിരുന്നു, ദുരിതമായിരുന്നു, സങ്കടങ്ങളായിരുന്നു. ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു വിജയകഥ ഈ 11 നക്ഷത്രജാതകരുടെയും ജീവിതത്തിൽ ഇനി ഉണ്ടാകും. ഉറപ്പാണ്. ജൂൺ മാസത്തിൽ ഇവർക്ക് അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കും. മകൻ നക്ഷത്രജാതകരും അതിലുണ്ട്. ഭാഗ്യമാണ്, ഉറപ്പാണ്. 3-ാമത്തെ നക്ഷത്രം മൂലമാണ്. ഇവർക്കും ഭാഗ്യമാണ്. കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും വന്നു ചേരുന്ന സമയം. ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു. ഒരുപാട് ദുഃഖങ്ങളുടെ കഥകൾ മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. മൂലം നക്ഷത്ര ജാതകരുടെ സങ്കടങ്ങളൊക്കെ മാറി ജൂൺ മാസത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കാൻ പോകുന്നു. 4-ാമത്തെ നക്ഷത്രം രോഹിണിയാണ്. ഇവർക്കും ഭാഗ്യമാണ്. വലിയ ഉയർച്ചയാണ് ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്.
ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ രോഹിണി നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും. 5ാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം തിരുവോണമാണ്. ഇവർക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി, കഷ്ടപ്പാടുകളൊക്കെ മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. 6ാമത്തെ ഭാഗ്യശാലിയായ നക്ഷത്രം ഉത്രമാണ്. ഇവർക്കും ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. വളരെയേറെ ധനം സമ്പാദിക്കുവാനും വലിയൊരു ബിസിനസ് വിപുലപ്പെടുത്തുവാനും വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമാകുവാനും പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടുവാനും ധാരാളം ധനം വന്നു ചേരുവാനും ഒക്കെയുള്ള യോഗം ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയുമുണ്ട്. പ്രത്യേകിച്ച് ഉത്തര നക്ഷത്ര ജാതകർക്ക് അത് മുന്നിലാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം 7ാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം മകീരമാണ്. ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടുന്നു. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്നു. മകീരം നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം അവിട്ടം. 8ാമത്തെ നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം തവിട്ടിലും വേവും എന്നാണ്. ഭാഗ്യമാണ്. കഷ്ടകാലങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ. പക്ഷേ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി അവിട്ടം നക്ഷത്ര ജാതകർ ഇനി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തും. ഒരുപാട് ദുഃഖം അനുഭവിച്ച ഇവർക്കിനി സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ്. എമിറേറ്റ്സിലൊക്കെയുള്ള ഇവർക്ക് ഒരു ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള യോഗം വന്നു ചേരും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. സങ്കടങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ദുഃഖത്തിൻ്റെ ഒരു പടുകുഴിയിലാണ് ഇവർ. അവിടുന്ന് എങ്ങനെയൊന്ന് കരകയറും എന്നുള്ള ഒരു ചിന്തയാണ് എപ്പോഴും. തിരുവാതിര നക്ഷത്ര ജാതകരുടെ ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം. അടുത്ത നക്ഷത്രം ചതയമാണ്. ദുരിതങ്ങൾ മാറുന്നു, സന്തോഷത്തിൻ്റെ നാളുകൾ ഇവർക്ക് വന്നു ചേരുന്നു. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ചതയത്തിനിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ധാരാളം ധനം സമ്പാദിക്കുവാനും ആ ധനത്തെ നന്നായി വിനിയോഗിക്കാനും നല്ല നിലയിൽ എത്തിച്ചേരുവാനും ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുവാനും ചതയ നക്ഷത്ര ജാതകർക്ക് കഴിയും. ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇവരുടെ ഉയർച്ചയുടെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. 11ാമത്തെ നക്ഷത്രം രേവതിയാണ്. രേവതിക്ക് ഇത് ഭാഗ്യമാണ്. രേവതിയുടെ നല്ല ഉയർച്ചയുടെ നാളുകൾ തന്നെയാണിത്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഇവർക്ക് നടന്നു കിട്ടും. പല ബുദ്ധിമുട്ടുകളും പല സങ്കടങ്ങളും ഉള്ളിൽ പേറി ജീവിക്കുന്ന ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർക്ക് എത്തുവാൻ സാധിക്കും. ഈ 11 ഭാഗ്യമുള്ള നക്ഷത്രജാതകർക്കും ഇനി ഐശ്വര്യമാണ്. വിജയം ഇവർക്കു തന്നെയാണ്. സകല വെല്ലുവിളികളും ഏറ്റെടുത്തോളൂ. വിജയം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ മുന്നിൽ ഇനി തുറക്കപ്പെടുന്നത് വലിയ അവസരങ്ങൾ തന്നെയായിരിക്കും. ധനപരമായി ഇവർ ഉയർച്ചയിലെത്തും. രാജയോഗം അനുഭവിക്കും. പ്രതിസന്ധികൾ മാറും. ലാഭം നേടി ജീവിതം ഭദ്രമാക്കുവാൻ ഇവർക്ക് കഴിയും. ആ ഒരു നേർക്കാഴ്ച കാണുന്നത് അത്ര വിദൂരമല്ല എന്ന് ഓർക്കണം. നിങ്ങളുടെ സമയം തെളിയുന്നു. വിജയം ഒപ്പമുണ്ടാകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് പ്രശ്നപരിഹാരങ്ങൾക്ക് ദൈവിക മാർഗത്തിലൂടെ സ്വായത്തമാക്കുവാൻ വാട്സാപ്പിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.